പശ്ചിമേഷ്യയുടെ മുഴുവൻ സമാധാനവും തകർത്ത് മുന്നോട്ടു പോകുന്ന ഇസ്രായേൽ നിയമങ്ങളെയും കരാറുകളെയും കാറ്റിൽ പറത്തുന്ന നടപടി തുടരുകയാണ്. പലസ്തീനിലും ലബനാനിലും അധിനിവേശം നടത്തിയ ഇസ്രായേൽ സൈന്യം ഇരുയിടങ്ങളിലും വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുകയാണ്. ഗസയിലെ നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിന് നേരെ നടത്തിയ വെടിവെപ്പിൽ 5 വയസ്സുകാരി കുട്ടി ഉൾപ്പെടെ 2 പേർ കൊല്ലപ്പെട്ടപ്പോൾ ലബനാനിൽ 6 സ്ത്രീകൾ ഉൾപ്പെടെ കുറഞ്ഞത് 24 പേരെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കരാർ പ്രകാരം തെക്കൻ ലബനാനിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങേണ്ട ദിവസമായ ഞായറാഴ്ചയാണ് ഈ കൂട്ടക്കൊല ഉണ്ടായത്. ലബനീസ് പൊതുജനാരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം തെക്കൻ ലബനാനിൽ ഇസ്രായേൽ നരഹത്യ തുടരുകയാണ്. ഞായറാഴ്ച 24 പേരെ വെടിവെച്ചു കൊല്ലുകയും 134 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. പരിക്കേറ്റവരിൽ 14 പേർ സ്ത്രീകളും 12 പേർ കുട്ടികളുമാണ്. തിങ്കളാഴ്ച ഇസ്രായേൽ സൈന്യം കുറഞ്ഞത് 2 പേരെ വെടിവെച്ചു കൊല്ലുകയും 17 പേർക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നവംബർ 27-ന് ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ ആരംഭിച്ചതിനു ശേഷമുള്ള ഇസ്രായേൽ ആക്രമണ പരമ്പരയിലെ ഏറ്റവും പുതിയ കൊലപാതകമാണിത്. നവംബർ 27 മുതൽ തിങ്കൾ വരെയുള്ള 2 മാസത്തിനിടെ, അതായത് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള 2 മാസക്കാലത്തിനിടെ ലബനാനിൽ 83 പേരെങ്കിലും ഇസ്രായേൽ കൊലപ്പെടുത്തിയെന്ന് ലബനാൻ പൊതുജനാരോഗ്യ മന്ത്രാലയം പറയുന്നു. പലായനം ചെയ്ത താമസക്കാർ മടങ്ങാൻ ശ്രമിക്കുന്നതിനിടെ നടന്ന ഇസ്രായേൽ വെടിവയ്പിൽ 228 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. 2023 ഒക്ടോബർ 8-ന് സംഘർഷം ആരംഭിച്ചതു മുതൽ 2024 നവംബർ 26 വരെ ലബനാനിലുടനീളം ഇസ്രായേൽ സൈന്യം കുറഞ്ഞത് 3961 പേരെ കൊല്ലുകയും 16,520 പേർക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ കരാർ പ്രകാരം തെക്കൻ ലബനാനിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങേണ്ടതായിരുന്നു. നവംബർ 27 മുതൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ഇതിനുശേഷം 60 ദിവസത്തിനുള്ളിൽ തെക്കൻ ലബനാനിൽ നിന്ന് തങ്ങളുടെ സൈന്യത്തെ പടിപടിയായി പിൻവലിക്കണമെന്നായിരുന്നു കരാർ. എന്നാൽ ഈ കരാർ ഇസ്രായേൽ ലംഘിച്ചതോടെയാണ് കൂട്ടക്കൊലകൾ നടക്കുന്നത്. വെടിനിർത്തൽ പ്രകാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ ഇസ്രായേലി സൈന്യം ലബനാനിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങേണ്ടതായിരുന്നു. എന്നാൽ സമയപരിധി കഴിഞ്ഞിട്ടും തങ്ങളുടെ സൈന്യം തെക്കൻ ലബനാനിൽ തുടരുമെന്ന് ഇസ്രായേൽ പ്രസ്താവിക്കുകയായിരുന്നു. എന്നാൽ ഇസ്രായേൽ നടത്തിയ ഈ കരാർ ലംഘനമോ പ്രസ്താവനയോ അറിയാതെ സ്വന്തം മണ്ണിൽ നിന്ന് നാടുകടത്തപ്പെട്ടവർ ഞായറാഴ്ച വീടുകളിലേക്ക് മടങ്ങാൻ ശ്രമിച്ചപ്പോഴാണ് അവർക്ക് നേരെ വെടിവെപ്പുണ്ടായത്. അതേസമയം ജനുവരി 19-ന് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഗസയിൽ പലതവണയാണ് ഇസ്രായേൽ കരാർ ലംഘിച്ചത്. കഴിഞ്ഞ ആഴ്ചയിൽ കരീം അബുസലേമിലും റഫേലും നടത്തിയ വെടിവെപ്പിന് പിന്നാലെയാണ് ഇപ്പോൾ നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിലും വെടിവെപ്പുണ്ടായിരിക്കുന്നത്. നിരവധി മനുഷ്യർക്കാണ് കരാർ ലംഘനത്തിലൂടെ ജീവൻ നഷ്ടമാകുന്നത്. Way2Nikah.com, the exclusive Muslim matrimonial site.